സ്വന്തമായിരിക്കുന്ന അഗ്നിയും ആകാശവും ചേർന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ ആനന്ദം ഇവിടെ അനുഭവിക്കണമെങ്കിൽ, ഇവിടെ സ്വർഗമാണെന്ന് പറയണമെങ്കിൽ, ഇവിടെ ജനങ്ങൾക്ക് സ്വർഗീയത അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരേണ്ടി വരും. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ കൊന്നും വെട്ടിയും രോഗം വന്നും മരിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ജനം ടി വിയിൽ അങ്ങ് 2 ദിവസം പോയല്ലോ. ഇവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവാം. അങ്ങനെ ആരെങ്കിലുമായിട്ട് അങ്ങ് സമ്മതിക്കുമോ, അങ്ങയെ സമീപിക്കുമോ, എന്താണെന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അത് പലപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളുമാണ്. അതെന്താണ്? അത് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഈ വേദശാസ്ത്രം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പലരെയും വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന ഈ ശബരിമല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമൃദ്ധമായിട്ട് നടക്കുന്ന ആത്മീയ വ്യാപാര കച്ചവടങ്ങൾക്ക് എൻ്റെ ഈ ശാസ്ത്രം വെല്ലുവിളിയാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്നത് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആത്മീയതയുടെ തെറ്റായ ഉപയോഗം കൊണ്ടാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം അപ്പോൾ എനിക്ക് സംശയം, 21 വട്ടം ഈ ക്ഷത്രിയ കുലാന്തകനായി നടന്ന പരശുരാമൻ ഈ സത്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവതാരമായില്ലേ? അപ്പൊ ആയെങ്കിൽ ഇവിടെ ഈ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ചു വരേണ്ടതല്ലേ? നമ്മൾ തലയിൽ ചുമന്ന് നടക്കുന്ന വിശ്വാസങ്ങളെ ഒറ്റ ദിവസം എവിടെയെങ്കിലും കൊണ്ടിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതിനറിവുണ്ടാവണം അല്ലേ? വിടണമെങ്കിൽ പോലും ഞാൻ എല്ലാവരോടും പറയാറില്ലെന്ന് പറഞ്ഞാൽ, മുൻധാരണകളെ വെച്ചിട്ട് നമ്മൾ ഈ നമ്മളുടെ ഗ്രന്ഥങ്ങളെ, ഈ എൻ്റെ പുസ്തകമല്ല പഠിക്കേണ്ടത്. ഇത് ഭാരതത്തിൻ്റെ വേദശാസ്ത്രം. ഇതിനകത്ത് കുത്തും കോമയും ഇട്ടിട്ടല്ല ഞാനിത് വെച്ചേക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ മഹാവൈഭവമായിരിക്കുന്ന വേദശാസ്ത്രമാണ്. അതിൽ നിന്നാണ് ഞാനിത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഞാൻ കണ്ടെത്തി എന്ന് പറയുന്ന സംഭവമല്ല, ഇത് ഭാരതത്തിൻ്റെതാണ്. ഭാരതത്തിൻ്റെ തിയോളജിയാണ് ഈ റീഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ല പഠിക്കേണ്ടത്, വേദമാണ് പഠിക്കേണ്ടത്. പക്ഷെ വേദം പഠിക്കുമ്പോൾ അത് മുൻധാരണകളെ വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. അതായത് നീ ഈ ജന്മത്തിൽ തെറ്റ് ചെയ്താൽ അടുത്ത ജന്മത്തിൽ നീ പാപയോനിയിൽ പിറക്കും എന്ന് പറയുമ്പോൾ അടുത്തൊരു ജന്മമുണ്ടെന്നും അത് ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു യോനിയിൽ ജനിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് ഇവിടെ ജീവിക്കുന്നത്. ഞാനൊരു തെറ്റ് ചെയ്താൽ, ഞാനൊരു നീചനാണെങ്കിൽ എൻ്റെ അടുത്ത തലമുറ, എൻ്റെ അടുത്ത ജന്മം എൻ്റെ മോനും മോളുമാണ്. അവർ ആ പാപം അനുഭവിക്കും. ഞാനൊരു നന്മ ചെയ്താൽ, അവരൊരു ചെറിയ തെറ്റ് ചെയ്താലും ഈ നാട് അവർക്ക് വേണ്ടി പൊറുക്കും, എന്നെ ഓർത്ത്. ഇതാണ് പുനർജന്മത്തിലേക്ക് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത ആ സ്വർഗീയതയുടെ ആ സ്വർഗ്ഗലോകത്തായിരിക്കും നമ്മുടെ അടുത്ത തലമുറ ജീവിക്കുക. സ്വർഗീയത അനുഭവപ്പെടുന്ന എവിടെയാണ് മോഹൻജി? മനസ്സുകളിൽ മാത്രമാണ്. ഇപ്പോൾ ഇത്ര ഭംഗിയായിട്ടുള്ള ഈ കാനനാന്തരീക്ഷത്തിൽ പോലെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങേ ഇരിക്കുമ്പോഴും അങ്ങേ കൊതുക് കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സ്വർഗീയത നഷ്ടപ്പെടുന്നത് എവിടെയാണ്? സ്വർഗീയത അനുഭവിക്കുന്നത് എവിടെയാണ്? എൻ്റെ വാക്കുകൾ അങ്ങക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് തന്നെയായിരിക്കും അങ്ങയുടെ സ്വർഗീയത. ഇഷ്ടപ്പെടുന്നില്ല, അങ്ങയുടെ മതത്തെ അത് വേദനിപ്പിക്കുന്നുവെങ്കിലോ ഇത് അങ്ങയുടെ നരകമാണ്. ഇതെവിടെയാണ് അനുഭവപ്പെടുന്നത്? ഇത് മനസ്സിലാണ്. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ചിപ്പാണ് നമ്മുടെ ബ്രെയിൻ. ആ ബ്രെയിനിനെ എടുത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വിസ്താരമായിട്ട് കാണാൻ പറ്റുന്ന വലിയ മനസ്സാണ് നമുക്കുള്ളത്. അത്രയും വിശാലമാണ് മനസ്സ്. അത്രയും വിശാലമായിരിക്കുന്ന മനസ്സിന് അഗ്നിയുടെ വേഗതയാണ്. ആ അഗ്നിയുടെ വേഗതയുള്ള ഇത്രയും വിശാലമായിട്ടുള്ള മനസ്സിനെ നമ്മളുടെ ധാരണകൾ വെച്ച് കടുകോളം ചെറുതാക്കി അതടച്ച് ഭദ്രമായി സീല് വെച്ച് നിൽക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇനി ഒരു ജ്ഞാനവും ആരും പറയണ്ട എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിൽ അതപ്പതിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷി നഷ്ടപ്പെട്ട, എന്തിലും രാഷ്ട്രീയം കാണുന്ന, എന്തിലും മതം കാണുന്ന, എന്തിലും ജാതിയെ കാണുന്ന, അതെന്തിനു വേണ്ടിയിട്ട്? ചില ആളുകളുടെ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ ദൈവത്തെ കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഇവിടുത്തെ ശാസ്ത്രലോകം കണ്ടുപിടിക്കാത്തത്. മോഹൻജി കണ്ടുപിടിച്ച ഈ ഇത്തരം വ്യാപാരങ്ങളെല്ലാം നിന്നുപോകും. അതെ, ഇവിടെ ഇത്രയും കണ്ടെത്തലുകൾ നടത്തുന്ന, സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും
എല്ലാം സഞ്ചരിക്കാൻ കഴിയുന്ന ശേഷിയിലേക്ക് മനുഷ്യനെത്തിയിട്ടും ദൈവവിശ്വാസം എന്തെന്ന് കണ്ടുപിടിക്കാൻ, ദൈവം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഒരു ഭാരതീയനും ഒരു അമേരിക്കക്കാരനും ഒരു ചൈനക്കാരനും ശ്രമിക്കാത്തത്. കാരണം ഇവിടുത്തെ വ്യാപാരം മുഴുവൻ ആത്മീയ വ്യാപാരമാണ്. ഈ ആത്മീയ വ്യാപാരത്തിൻ്റെ ഇരകൾ ഈ ഭക്തരാണ്. അവരുടെ ചൂണ്ടക്കുളത്തിൽ കിടന്ന് ഓടുകയാണ്. ഇപ്പം ക്ഷേത്രങ്ങൾ അങ്ങ് ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ചൂണ്ടക്കുളത്തിൽ കിടന്ന് ഓടുന്ന ഭക്തരാണ് ശബരിമലയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ വ്യാപാരമാണ് അവിടെ നടക്കുന്നത്. ആത്മീയത കച്ചവടം ചെയ്യുന്ന ഒരു സംഭവമല്ല. ആത്മീയതയാണ് ഇവിടെ ഭംഗിയായിട്ട് കച്ചവടം നടക്കുന്നത്. ആ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്തരം അറിവുകളെ പുറംകാലം കൊണ്ട് അടിച്ച് മാറ്റാനേ അവർ ശ്രമിക്കൂ. ആരും അങ്ങനെ ശ്രമിക്കുള്ളൂ. കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡ് വേദപഠനങ്ങൾ നടത്തണം എന്ന് പലരും ആവശ്യപ്പെടുന്നു. പക്ഷെ പഠനങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പൊരുൾ വഴിതിരിച്ചു പോവല്ലേ. അപ്പോൾ എന്തു വേണം? പഠനങ്ങളെല്ലാം നിലയ്ക്കണം, അധ്യയനങ്ങൾ നിലയ്ക്കണം. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വിശ്വാസികളും ആത്മാർത്ഥമായിട്ട് അറിവ് കൊണ്ട് പഠനങ്ങൾ തുടരണം, പൊരുളിനെ കണ്ടെത്തണം. ഭാരതീയൻ എപ്പോഴും പറയുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടും ഭാരതീയൻ പറയുന്നത് നേതി ഇതല്ല എന്ന തത്വമസി എന്ന് പറയുമ്പോഴും അവിടെ എഴുതി വച്ചിരിക്കുമ്പോഴും ഈ പോകുന്നവർ പറയുന്നത് നേതി എന്നാണ്. നൈഷ്ഠികമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം നോറ്റുകൊണ്ട് നിർദ്ദിഷ്ടമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. എന്തിനു വേണ്ടി പോകുന്നു? അവർ ചോദ്യമുണ്ട്, എന്തിനു വേണ്ടി പോകുന്നു ശബരിമലയ്ക്ക്? എന്തിനു വേണ്ടി ഇത്ര ത്യാഗം സഹിച്ച്, ഇത്രയും ക്യൂ നിന്ന്, ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി എന്തിനും ഞാൻ പോകുന്നു? ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് പോകുവാനുള്ള ശേഷി ഈ അറിവ് നമുക്ക് സമ്മാനിക്കും. ഇല്ലെങ്കിലോ അവിടെ പോയി തൊഴുതും എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര നിർവൃതിയായി, പിന്നെ ഒന്ന് കണ്ടു സന്തോഷമായി. അപ്പോൾ ഈ പൊരുൾ അറിഞ്ഞിട്ടാണെങ്കിലും പൊരുൾ അറിയാതെ പോലും. അതെ. അപ്പോൾ ആ സത്യം എന്താണെന്ന് യാഥാർത്ഥ്യം മനസ്സിലായാൽ, അപ്പോൾ ഇനിയും അനേകം കാര്യങ്ങൾ കിടക്കുകയാണ് 18-ാം പടിക്ക് മുകളിൽ. കൊല്ലമ്പ സത്യം ജലമാണ്. ആ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ആ പരമസത്യം പരമശിവനാലാകുന്നു. മനസ്സിലായോ? പരമസത്യം പരമശിവനാലാകുന്നു. പരമസത്യം എങ്ങനെ തിരിച്ചറിയുന്നതെന്നറിയോ? സ്പർശിച്ച് രുചിച്ച് മണത്ത് കണ്ട് കേട്ട് അറിയുമ്പോഴാണ് പരമസത്യമാകുന്നത്, പഞ്ചഭൂതാത്മകമാകുന്നത് സത്യം. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതെ. ആ പരമശിവനായിരിക്കുന്ന ഭൂമിക്ക് മാത്രമാണ് പരമസത്യത്തെ പേറാൻ കഴിയുള്ളൂ, പരമസത്യത്തെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ, പരിശുദ്ധമായിരിക്കുന്ന ജലത്തെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അത് പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അവിടെ ശബ്ദത്തെ, ശബരത്തെ, ജീവലോകത്തിൻ്റെ നാദത്തെ, ശരണത്തെ ജനിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ശബരിപീഠത്തിലേക്ക് ശരണാർത്ഥിയായി ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിച്ച് ശരണം വിളിക്കുന്ന ശരണാർത്ഥികളായിട്ടെത്തുന്ന മഹാഭക്തജനങ്ങളാണ്, ജ്ഞാനികളാണ്. സ്വന്തം സൃഷ്ടിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ വൈഭവത്തിൽ അവിടെ എത്തുന്നവരാണ് അവിടെ എത്തേണ്ടത്. ഈ ശരണം പ്രാപിക്കാനെന്നാണ് പറയുന്നത്, പക്ഷെ ശരണം വിളിക്കുകയാണല്ലോ അവിടെ ചെയ്യുന്നത്. ശരണം വിളിച്ചുകൊണ്ട് ശബ്ദം ജനിപ്പിച്ചുകൊണ്ട് വേണം ശബരത്തിലേക്ക് ചെല്ലാൻ. ബദ്രീനാഥൻ്റെ വൈഭവത്തിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. ആ ബദ്രീനാഥൻ്റെ വർണ്ണത്തിൽ നിന്നും ജനിക്കുന്നതാണ് ശബ്ദം. ബദ്രീനാഥൻ്റെ ആ വൈഭവം തന്നെയാണ് ശബരിമലയിലെ ആ ശബരിപീഠത്തിൽ എപ്പോഴും മുഴങ്ങേണ്ടത്. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനിക്കുന്നതിന് മുമ്പ് വഴിപാട് തുടങ്ങും ക്ഷേത്രങ്ങളിൽ. ജനിച്ച് തുടങ്ങിയാൽ നാളുതോറും പക്കപ്പിറന്നാൾ തോറും വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതെ. മരിച്ചാലോ മരണശേഷവും നമസ്കാരവും കൂട്ടനമസ്കാരവുമായിട്ട് പിന്നെയും അങ്ങോട്ട് തന്നെ പൈസ, അല്ലേ? അതെ. ഇത് എന്തിനു വേണ്ടിയിട്ടെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം. ഇത് അറിഞ്ഞല്ല ഇത് ആചരിക്കുന്നെങ്കിൽ ഇത് അനർത്ഥത്തിന് കാരണമാകും. നമ്മുടെ ഓഫറുകൾ എന്താണ്? വഴിപാടെന്നാണല്ലേ എല്ലാവരും ചെയ്യുന്നു, അല്ലേ? വഴിപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതാണ് വഴിപാട്. പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ഒരാളകത്തിരിപ്പുണ്ട്, തിരുമേനി അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ പൂജാരി. അവരാണിത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്. ശ്രാദ്ധം പോലെ വളരെ ശ്രദ്ധയോടുകൂടി അവർ ചെയ്യുവാൻ നമ്മൾ ഓഫർ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ വഴിപാടെന്ന് പറയുന്ന വാക്കിൻ്റെ ഓഫറിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധയില്ലാതെ തന്നെയാണ് വഴിപാട് കുറിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ശ്രദ്ധിക്കണം.
വേണ്ട, പിന്നെ തിരുമേനിയുടെ ഉത്തരവാദിത്തം. ശ്രദ്ധിക്കാൻ അവിടെ പൂജാരിയുടെ എല്ലാം ഉത്തരവാദിത്തം. വഴിപാടായിട്ട് നമ്മൾ ഞാൻ വഴിപാട് കൊടുത്തു, ഇനി എനിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ കാരണം അവിടെ വളരെ ശ്രദ്ധയോടുകൂടി ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആത്മാവ്, മനസ്സ്, ശരീരം അവിടെ അങ്ങ് വഴിപാട് നടത്തിയാൽ മതി, ബാക്കി അവിടെ നടന്നോളും. അതാണ് വഴിപാട്. വെറുതെ പറയുന്നല്ല. അല്ലല്ല, ഇത് വഴിപാടായിട്ട് പറയണല്ല, ഇത് സത്യമാണ്. ഇതാണ് വഴിപാട്. അപ്പൊ എല്ലാരും പറയുന്നു, സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലായിക്കൊണ്ടല്ല പറയുന്നത്. അതെ, അകത്തിരിക്കുന്ന ആള് ശുദ്ധിയോടെയും വൃത്തിയോടെയും ആ വഴിപാടിനെ എങ്ങനെ ചെയ്യണം? ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ ശേഷിയുണ്ടാവണം. ശേഷി ഉണ്ടാവണമെങ്കിൽ എങ്ങോട്ട് വരണം? ത്രേത സിദ്ധാന്തത്തിലേക്ക് നമ്മളുടെ വേദസിദ്ധാന്തം തിരിച്ചു വരണം. ദൈവ സിദ്ധാന്തത്തിലേക്ക്, അതായത് നമ്മളുടെ തിയോളജിയിലേക്ക് നമ്മളുടെ ഈ പണ്ഡിത സദസ്സ്, നമ്മളുടെ ഈ ആത്മീയ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവരും, അധ്യാപനം ചെയ്യുന്നവരെല്ലാവരും ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യേണ്ടവർ. അറിവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അറിയാൻ ശ്രമിക്കുന്നില്ല. ഇപ്പം നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്ന വിരലാണ്. ഇത് അഗ്നിയെ പ്രതിനിധീകരിക്കുന്നതാണ്. ടോർച്ച് പോലെ ചൂണ്ടിക്കാണിക്കുന്ന വിരൽ. ഇതിനെന്താ അങ്ങ് പറയുന്നത്? ഈ വിരലിന് എന്താ പറയുന്നത്? തള്ളവിരലെന്ന് പറയും. അല്ലേ? ഇത് ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. മാതൃഭാവത്തിൽ ആയതുകൊണ്ടാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണോ അങ്ങ് ഇത് പറയുന്നത്? അല്ല, ഇവിടെ പൂജ ചെയ്യുന്ന സമയത്ത് ജലം കൽപ്പയ ഇങ്ങനെ ഉണ്ടല്ലോ, ഓരോ വിരലുകളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല സാറേ എന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇങ്ങനെ പറയുന്നത്, ഞാൻ സ്പർശിച്ചിട്ടില്ല, ഞാൻ രുചിച്ചിട്ടില്ല, ഞാൻ മണത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. എനിക്ക് കൃത്യമായി അറിയാമെന്ന് എങ്ങനെ പറയുന്നത്? ഇങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, രുചിച്ചിട്ടുണ്ട്, മണത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഞാൻ കൃത്യമായി കണ്ടതാണ് സാറേ എന്ന് പറയും. ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാം ചുരുട്ടി പിടിച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ കാണിച്ചിട്ട് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് പറഞ്ഞു തരാനുള്ള ഗുരു സ്ഥാനീയരായിട്ടുള്ള ആചാര്യന്മാരെ നമുക്ക് ഇല്ലാതെ പോയി. എല്ലാം നമുക്കറിയാം, നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ തൊഴുന്നത് പോലെ എങ്ങനെയാണ് താമരമൊട്ട് പോലെ കൂമ്പണം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല. നമ്മളതിൻ്റെ യഥാർത്ഥ സയൻസിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കുവാൻ കഴിയും.